ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. ഈ നല്ല പ്രഭാതത്തിൽ നമുക്കൊന്നിച്ച് വീണ്ടും ആരാധനാ ഇടത്ത് വന്ന് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നൽകിയ അനുഗ്രഹ പദവിക്ക് ദൈവത്തിന് മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യാം. എന്നാൽ നാം വായിച്ചു കേട്ട വളരെ പരിചിതമായ വേദഭാഗങ്ങൾ ഉസിയ രാജാവിനെ ഓർക്കാത്തവരാരും ക്രൈസ്തവ ഗോളത്തിലുണ്ടാകുകയില്ല. വെള്ളം കോരുവാൻ വന്ന സ്ത്രീയെ അല്ലെങ്കിൽ യേശുവിനോട് സംസാരിക്കുന്ന സ്ത്രീയുടെ സംഭവം കേൾക്കാത്തവർ ക്രൈസ്തവ ഗോളത്തിലുണ്ടാകുകയില്ല. ഈ പരിചിതമായ വേദഭാഗങ്ങളെ കോർത്തിണക്കിക്കൊണ്ടാണ് ആരാധന എന്നത് ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആഘോഷം എന്ന ഒരു ചിന്ത, അതിൻ്റെ സാരാംശത്തെ സ്വീകരിപ്പാൻ സഭ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. വേർഷിപ്പ്, സെലിബ്രേഷൻ ഓഫ് പീപ്പിൾസ് ഫെയ്ത്ത്. നമ്മൾ ആരാധനയിടത്ത് വരുന്നത് ഒരേ ആഗ്രഹത്തോടു കൂടിയാണോ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ചിലർ ആരാധനയിടത്ത് ആദ്യം നോക്കുന്നത്, പ്രത്യേകിച്ച് CSI വിഭാഗത്തിന് ആദ്യം നോക്കുന്നത് പാട്ട് ഏതൊക്കെയാണ്. ചിലർ ആരാധനയിലിരിക്കുമ്പോഴും അടുത്ത പാട്ടിൻ്റെ സമയമാകാൻ കാത്തിരിക്കുന്നവർ ഏറെയുണ്ട്. ചിലർ പ്രൈം ഫോക്കസ് ഇന്നത്തെ വേദവചനം എങ്ങനെ ഇരിക്കും അത് താല്പര്യത്തോടെ കേൾക്കുന്നവരുണ്ട്. ചിലർ പ്രാർത്ഥനയിൽ താല്പര്യത്തോടെ സമ്മേളിക്കുന്ന അല്ലെങ്കിൽ അതിനായി പ്രതീക്ഷിക്കുന്നവരുണ്ട്. എന്നാൽ പല ആൾക്കാരും വ്യത്യസ്തമായിട്ടാണ് ഇതിനെ കാണുന്നത്. അഭിവന്ദനായ സാമാ തിരുമേനി പണ്ട് പറഞ്ഞ ഒരു കഥയുണ്ട്, കഥയല്ലൊരു സംഭവമുണ്ട്. അദ്ദേഹം ബിഷപ്പായതിനു ശേഷം കേരളത്തിൻ്റെ കിഴക്കൻ ഭാഗത്തേക്ക് പരിചയമില്ലാത്ത ഒരു സഭയിലേക്ക് യാത്ര ചെയ്യുകയാണ്. അവിടെ അദ്ദേഹത്തെ നയിച്ച ഡ്രൈവർക്ക് നന്നായിട്ട് ഇടം നിശ്ചയമില്ല, ബിഷപ്പിനും നിശ്ചയമില്ല. അപ്പോൾ ഡ്രൈവറും ബിഷപ്പുമായി പരസ്പരം സംസാരിച്ചും ലൊക്കേഷനൊക്കെ പറഞ്ഞും, അന്ന് ഇന്നത്തെ പോലെ ഗൂഗിൾ മാപ്പൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആദ്യം കുറേ ആൾക്കാർ സ്കാർഫുമിട്ട് കയ്യിൽ കൊന്തയുമായി വരുന്നു. അപ്പോൾ തിരുമേനി ഡ്രൈവറോട് പറഞ്ഞു, തീർച്ചയായിട്ടും CSI പള്ളി ഇവിടെ ആയിരിക്കില്ല, ഇവിടെ കത്തോലിക്ക ദേവാലയമുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്കാർഫുമിട്ട് ചെറിയ ചുവന്ന കരയുള്ള പുസ്തകവുമായി ചില ആൾക്കാർ വന്നു. തിരുമേനി പറഞ്ഞു, നമ്മുടെ ദേവാലയമായിരിക്കില്ല, അത് ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ടവരെ ആകണമെന്ന് പറഞ്ഞു. കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ കുറേ ആൾക്കാർ ബൈബിളും കൈ പിടിച്ചുകൊണ്ട് വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വരുന്നു. തിരുമേനി പറഞ്ഞു, ഇവിടെ എവിടെയോ ഒരു പെന്തക്കോസ്ത് ആലയമുണ്ട്, അതുകൊണ്ടാകാം, അത് നമ്മുടേതല്ലെന്ന് പറഞ്ഞു. കുറേ മുന്നോട്ട് ചെന്നപ്പോൾ കുറേ ആൾക്കാർ കൈയും വീശി വരുന്നു. അപ്പോൾ തിരുമേനി പറഞ്ഞു, ഇനി ഒന്നും നോക്കണ്ട, ഇത് അടുത്ത് തന്നെയായിരിക്കും CSI പള്ളി എന്ന് പറഞ്ഞത് പരിഹാസ രൂപേണ എങ്കിലൊരു യാഥാർത്ഥ്യത്തെ തിരുമേനി പൊരുൾ തിരിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്, ഓർക്കുന്നുണ്ട്. ആരാധനയിൽ നമ്മുടെ ഇടപാടുകൾ പലതാണ്. ചിലർ വരുന്നത് തങ്ങളുടെ സാരിയുടെ പ്രകടനത്തിനാണ്, ചിലർ അവരുടെ പുതിയ ഷർട്ടിൻ്റെ പ്രകടനത്തിനാണ്, ചിലർ വരുന്നത് മറ്റുള്ളവൻ എന്ത് തെറ്റ് ചെയ്യുന്നു എന്ന് നോക്കാൻ വേണ്ടി, അവൻ്റെ തെറ്റ് അത് കൃത്യമായി കാണുക. ഇനി ചിലർ ആരാധനയ്ക്കും പ്രസംഗത്തിനും ഇടയിൽ വീണ് കിട്ടുന്ന ഒരു സ്പാൻ ഓഫ് സെക്കൻഡുണ്ട്, ആ സെക്കൻഡ് ഒരു കമൻറ്റ് പറഞ്ഞ് ചിലർ ചിരിപ്പിക്കുക, അതൊരു വിടുതല. അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട്. അപ്പോൾ അവർ നോക്കിയിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു ചെറിയ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം കിട്ടിയാൽ തങ്ങളുടെ പ്രൊജക്ഷനിൽ അല്ലെ തങ്ങളുടെ പേര് വലുതാകത്തക്കിൽ, അല്ലെ ഇദ്ദേഹം വലിയ അല്ലെ ഈ മഹതി വലിയ തമാശക്കാരിയാണെന്ന് ലോകം പറയണം എന്ന രീതിയിൽ ആ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിനെ മേക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ മനസ്സിൽ തമാശ കരുതിക്കൊണ്ടേ വരും, അതായത് ആ ചെറിയ ഇടവേളയിൽ അത് ആനന്ദകരമാക്കാൻ അത് കരുതിക്കൊണ്ടേ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആരാധന ഇടത്ത് പല രീതിയിലാണ് മനുഷ്യരുടെ കടന്നുവരവ്. എല്ലാവരും ഒരേ രീതിയിൽ. ചില ആൾക്കാർ കുറ്റങ്ങൾ തന്നെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും, കുറ്റങ്ങൾ തന്നെ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്, ഈ ആരാധന നമ്മൾ CSIയുടെ വിശ്വാസവും ശൈലിയും അനുസരിച്ച് നമ്മൾ പ്രൊസഷൻ വന്നു കഴിഞ്ഞാൽ അവസാനം വരെ തിരുമേനിയാണ്. അതിനുശേഷം സാരി ഉടുത്ത ബിഷപ്പന്മാരോ പിന്നെ പാൻറ്റിട്ട ബിഷപ്പന്മാരോ അല്ലെങ്കിൽ ചട്ടയിട്ട ബിഷപ്പ് മതികളോ ഒന്നുമില്ല.
നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഇവിടെ വന്ന് വേദപുസ്തകം വാങ്ങിച്ച് അകത്ത് വെച്ച് കഴിഞ്ഞ് ജനത്തിന് ആ വഴിയിൽ വരാം. അതുകൊണ്ട് തൊട്ടുകൂടായ്മ തീണ്ടുകൂടായ്മ എന്നല്ല, ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അതറിയാമെങ്കിലും നമ്മളത് പാലിക്കാത്തവരുണ്ട്. ഞാനിത് പറഞ്ഞതും പാലിക്കത്തില്ല. നോക്കിയിരിക്കുക, അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ തൊട്ട് ഇങ്ങനെ വരാനായിട്ട്. അപ്പോൾ നമ്മൾ ഡിസിപ്ലിൻ്റെ ഭാഗം, ഇതുപോലൊരു സ്റ്റാൻഡേർഡ് ചേർച്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഡിസിപ്ലിൻ കാക്കേണ്ട അത്യാവശ്യമാണ്. പ്രൊസഷൻ പോയി കഴിഞ്ഞാൽ ബൈബിൾ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാറി നിൽക്കുക, അല്ലെങ്കിൽ സൈഡിൽ കൂടെ കയറുക, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് കയറുന്നത് ഒരു ഇത്. അപ്പോൾ പല രീതിയിലാണ് ആരാധന ഇടത്തെയും ആരാധനയുമൊക്കെ നമ്മൾ കാണുക. ചില ആരാധന ഇടത്ത് നമ്മളുടെ ശാന്തമായ ആരാധന രീതിയല്ല, മറിച്ച് എത്രത്തോളം പിടപ്പുണ്ടാകുന്നു അതാണ് ആരാധന എന്ന് പറയാറുണ്ട്. പക്ഷേ വേദപുസ്തകത്തിൻ്റെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള കാര്യം പറയുന്നത്, ഞാൻ 2 ആഴ്ചയ്ക്ക് മുമ്പ് പക്ഷേ നിങ്ങളെ പല ഓർപ്പിച്ചതായിരിക്കാം, വൈബ് ഇൻ വേർഷിപ്പ് ആൻഡ് വൈബ്രേഷൻ ഇൻ ബോഡി ഈസ് നോട്ട് വേർഷിപ്പ്. ഈ ആരാധനയ്ക്കിടയ്ക്കുള്ള ഒരു ഇളക്കം, നമ്മൾ ചില കൺവെൻഷനൊക്കെ പോകുമ്പോൾ ചിലർ കൺവെൻഷൻ കേട്ടിട്ടുണ്ട്, അരമണിക്കൂർ നല്ല ഗായക സംഘം നന്നായിട്ട് പാടും, നല്ല രസമായിട്ട് പാടും. പാടിക്കഴിയുമ്പോൾ മുഖ്യ ആൾ മൈക്കെടുത്തിട്ട് പറയും, ഇതുവരെ നമ്മൾ പാട്ട് കേൾക്കുകയായിരുന്നു, ഇനി നമുക്കൊന്ന് ആരാധിക്കാമെന്ന് പറഞ്ഞിട്ട് തമ്പ ഇറക്കി അടിച്ചങ്ങ് തള്ളി പൊട്ടിക്കും. നമ്മുടെ അനീഷ് കാവാടത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പാട്ട് തെറ്റിയാൽ തമ്പേറിൻ്റെ ഒരു സൈഡിലേക്ക് അങ്ങ് പൊട്ടിക്കും. അങ്ങനെയുള്ള ആൾക്കാർ, അങ്ങനെയും ആരാധനയുണ്ട്. എനിക്കേറെ ഇഷ്ടപ്പെട്ടൊരു എഴുത്തുകാരനാണ് റിക്ക് വാരൻ. റിക്ക് വാരൻ്റെ ആരാധനയെ സംബന്ധിച്ചുള്ളൊരു ആലോചന പലപ്പോഴും നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുള്ളതാകാം. എന്താകണം ആരാധന? റിക്ക് വാരൻ ആരാധനയെ പറ്റി പറയുന്നത്, ഇറ്റ് ഷുഡ് ബി ഡീപ്ലി ഡോക്ട്രിനൽ ആൻഡ് ഡീപ്ലി ഇമോഷണൽ. ആരാധന വൈകാരിക ഭാവമുള്ളതാകണം, വേദപുസ്തക ബന്ധിതമാകണം. വേദപുസ്തക ബന്ധിതമല്ലാത്ത ആരാധന വൈകാരികമാകില്ല. വൈകാരികമായ ആരാധന വേദപുസ്തക ബന്ധിതമല്ലെങ്കിൽ അർത്ഥശൂന്യമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആരാധനയിൽ പാട്ട് പാടുമ്പോൾ ഒരു മനുഷ്യൻ ഉച്ചത്തിൽ പാടുവാനോ ആ പാട്ടിൻ്റെ ഒരു ഘട്ടത്തിൽ അവനെ വിലപിക്കാൻ തോന്നുമെങ്കിൽ അവൻ വൈകാരികമായി വേദപുസ്തകത്തോടും വേദവചനത്തോടും അടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥമായി മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആരാധന എന്നതൊരു വിശുദ്ധ യാഥാർത്ഥ്യവുമായുള്ള നമ്മുടെ ആഴത്തിലുള്ള ബന്ധത്തിൻ്റെ ഉറപ്പിക്കലാണ്. ആരാധനയിൽ നമ്മൾ രാവിലെ ഉണർന്നു വരുന്നത് മറ്റൊരു പരിപാടിയും ഇല്ലെങ്കിലല്ല ആരാധനയെ വരേണ്ടത്. യു മേക്ക് ഇറ്റ് എ പോയിന്റ് ടു ബി ഇൻ ദ സാങ്ച്വറി. ആരാധനയിടത്ത് വരാൻ കൃത്യമായ ഒരു താല്പര്യമുണ്ടാകണം. നമ്മൾ എത്രയോ ഞായറാഴ്ചകളിൽ ബന്ധുക്കളുടെ വിവാഹത്തിന് പോകുന്നു, എത്രയോ ഞായറാഴ്ചകളിൽ കൂട്ടുകാരൻ്റെ മോടെ കല്യാണത്തിന് പോകുന്നു. നമ്മളതെല്ലാം പലപ്പോഴും പ്രിഫറൻസ് കൊടുക്കുമ്പോൾ ഇതൊരു സെക്കൻഡ് പ്രിഫറൻസായി പലപ്പോഴും നമ്മൾ മാറ്റുന്നത് ആരാധനയിൽ നമുക്ക് ഒരു വൈകാരിക ബന്ധത്തിനുള്ള താല്പര്യമില്ല എന്നതിൻ്റെ അർത്ഥം. ഈ ഡെറിവിഷ്യസ് എന്നൊരു വാക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ ഡെറിവിഷ്യസ് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റി തന്നെ ടോക്ക് എ ലോട്ട് ബട്ട് ദേ വിൽ നെവർ പുട്ട് എനിത്തിങ് ഇൻ പ്രാക്ടീസ്. ഒത്തിരി കാര്യങ്ങൾ പറയും, പക്ഷേ ഒന്നും ജീവിതത്തിൻ്റെ അവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകില്ല. അപ്പോൾ അത്തരം സംസാരങ്ങളല്ല മനുഷ്യന് ആവശ്യം. ആരാധനയിടത്തിരുന്ന് ദൈവത്തോടുള്ള യഥാർത്ഥപ്പെട്ട സംസാരമാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് എന്ന് ഓർപ്പിക്കുക. ഒരു ആരാധകൻ്റെ ഹൃദയത്തിൻ്റെ ആത്മാർത്ഥതയും ഉദ്ദേശശുദ്ധിയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻറ്റൻഷനാലിറ്റി ആൻഡ് സിൻസിയറിറ്റി. ആരാധകൻ്റെ ആത്മാർത്ഥതയും ഉദ്ദേശശുദ്ധിയും അത് കൃത്യമായി പാലിക്കപ്പെടുന്നില്ല എങ്കിൽ ആരാധന ഒരു പക്ഷേ അത് ഒരു അനുഗ്രഹത്തിൻ്റെ ഇടമുള്ള അല്ലെങ്കിൽ ആരാധന അല്ല എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് അചഞ്ചലമായ ഭക്തിയുടെ അൺവേവറിങ് ഫെയ്ത്തിൻ്റെ സന്തോഷകരമായ ഗാഠമായ ഒരു പ്രകടനത്തിൻ്റെ സമയമായി ആരാധന കൃത്യമായി മാറ്റേണ്ടതായി ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് പലരും പറഞ്ഞിട്ടുള്ള വേർഷിപ്പ് ഈസ് എൻ ആക്ട് ഓഫ് അഡോറേഷൻ ഡയറക്റ്റഡ് ടുവേർഡ്സ് ഗാഡ്. ആരാധന എന്ന് പറയപ്പെടുന്നത് ഒരു വിധത്തിൽപ്പല്ല, പൂർണ്ണമായും അത് ദൈവസ്തുതിയുടെ, ദൈവത്തെ മാത്രം നോക്കി ജീവിക്കുന്നതിൻ്റെ ഒരു സന്ദർഭമാണ് എന്ന് സൂചിപ്പിക്കാൻ കഴിയുന്നത്. അല്പം കൂടി പറഞ്ഞാൽ ഓരോ ആരാധന ഇടത്തിരിക്കുമ്പോഴും നാം വരുന്നത് ഒരു ഇമോഷണൽ ഇഞ്ചുറിയിലായിരിക്കണം. വി നീഡ് ടു ഹാവ് എൻ ഇമോഷണൽ ഇഞ്ചുറി. വൈകാരികമായ ഒരു മുറിവ് ഹൃദയത്തിലുണ്ടാകണം. ആ വൈകാരിക മുറിവ് ദർ ഷുഡ് ബി അൻ ഇമോഷണൽ എൻകൗണ്ടർ. ദൈവമായിട്ടുള്ള വൈകാരികമായ ഒരു കൂട്ടിമുട്ടൽ ഉണ്ടാകണം.
ആ വൈകാരികമായ കൂട്ടുമുട്ടലുണ്ടാകുമ്പോൾ നാം ഒന്നിനും മറ്റൊന്നും ശ്രദ്ധിക്കത്തില്ല. ജീവിതത്തിൽ ആരാധന മാത്രം ജീവിതത്തിലെ ഒരു ഭാഗമായി ഒരുപക്ഷെ മാറും എന്ന് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്തരം ആരാധനയുടെ വിടുതലുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നതും ആശ്വാസത്തോടെ മടങ്ങിപ്പോകുന്നതും. ഒരു ആരാധനയിടത്ത് വന്നിരിക്കുമ്പോൾ അന്നത്തെ പാട്ടുകളോ വചന കേൾവിയോ എന്നോട് സംസാരിക്കുകയും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകുകയും ചെയ്യുന്നു എന്ന് വിശ്വസിക്കുമ്പോഴാണ് ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു തൃപ്തി, കണ്ടൻമെൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ഓരോ ആരാധന നമ്മോട് പറയുന്നത് വി ആർ നോട്ട് എലോൺ ഇൻ ആർ സ്ട്രഗിൾസ്. നമ്മുടെ ജീവിതത്തിൻ്റെ യുദ്ധങ്ങളിൽ നാം ഒറ്റയ്ക്കല്ല, ഏകനല്ല. ആരൊക്കെയോ നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ സഹവിശ്വാസികളുണ്ട്. നമുക്ക് പാടുവാൻ പാട്ടെഴുതിയ വിശ്വാസ നായകന്മാരുണ്ട്. നമുക്ക് മുമ്പേ പോയ കോടിക്കണക്കിന് വിശുദ്ധരുണ്ട്. അവരുടെ സംസർഗത്തിലാണ് നാം ആരാധനയ്ക്കായിട്ട് കൂടി വരിക. അത് ഏകാന്തതയിലുള്ള ഒരു സംസർഗം. അവിടെ ഉണ്ടാകുന്ന വൈകാരികമായ മുറികൾക്ക് ഒരു വൈകാരികമായ വിടുതൽ, ഇറ്റ് ഈസ് അഷ്യൂർഡ്, അത് കൃത്യമായി ഉറപ്പ് തരികയാണ്. അതുകൊണ്ടാണ് ഈ കൂട്ടം ഇങ്ങനെ കൂടിയിരിക്കുന്നത്, ഇല്ലേ? നമ്മുടെ കൂട്ടത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ. 9 മണിക്ക് പള്ളിയിൽ വന്നാൽ അവസാന ആശീർവാദം കഴിഞ്ഞ് പോകുകയാണ് നമ്മുടെ പതിവ്. ചില ആൾക്കാർ, ചില ഔട്ട്സ്റ്റാൻഡിങ് ആൾക്കാർ, ഔട്ട്സ്റ്റാൻഡിങ് അവർ പുറത്തേ നിൽക്കത്തുള്ളൂ. അതെത്ര പറഞ്ഞാലും അകത്ത് കയറുകയില്ല. അതിപ്പോൾ അത് പറഞ്ഞാലൊന്നത് ഈ അകത്തിരുന്നാൽ ഒരു അസ്വസ്ഥത ഉള്ളത് കൊണ്ട് അത് നമുക്കതിനകത്ത് ഒന്നും പറയാൻ കഴിയുകയില്ല. എപ്പോഴും ഔട്ട്സ്റ്റാൻഡിങ്ങാണ്. ഔട്ട്സ്റ്റാൻഡിങ് എന്ന വാക്കിൻ്റെ അർത്ഥമല്ല ഞാൻ പറഞ്ഞത്, സ്റ്റാൻഡിങ് ഔട്ട്സൈഡ് എന്ന ഉദ്ദേശം, ഇല്ലേ? പണ്ട് പൗത്തിൽ പിതാവിൻ്റെ ഒരു കഥയുണ്ട്. പൗത്തിൽ പിതാവ് അച്ഛനായിരുന്ന സ്ഥലത്ത് പള്ളിക്കാരാനും പള്ളിക്ക് അകത്ത് കയറത്തില്ല, പുറത്തേ നിൽക്കത്തുള്ളൂ. അപ്പം പിതാവ് ഒരിക്കൽ പറഞ്ഞു, കുറേ ആൾക്കാർ കൂടിയപ്പോൾ പറഞ്ഞു, ഈ ഇടയായിട്ട് ക്രിസ്ത്യാനികളായ ചില ആൾക്കാർ പള്ളിക്ക് പുറത്ത് പോകണമെന്ന് പറഞ്ഞു. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ പുറത്തുനിന്ന് ആൾക്കാരുടെ മുമ്പിൽ വന്നിരിക്കാൻ തുടങ്ങി. പാരമ്പര്യത്തെ വിട്ട് കളിക്കാൻ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. എന്നാൽ CSIക്കാരുടെ പാരമ്പര്യം ആരാധനയിടത്ത് കൈയും വീശിയല്ല, മറിച്ച് വേദപുസ്തകവുമായി പാട്ടുപുസ്തകവുമായി വന്ന് പാടുന്ന ഒരു സഭയുടെ ഭാഗമാണ് നമ്മളെന്നുള്ള ബോധ്യം കൂടി നമുക്ക് ആവശ്യമായിരിക്കും. അവിടെ നമുക്ക് തരുന്ന ഉറപ്പ് ഇതാണ്: യു ആർ നോട്ട് അലോൺ ഇൻ യുവർ സ്ട്രഗിൾസ്. വെൻ യു ഫേസ് പ്രോബ്ലംസ് ഇൻ യുവർ ലൈഫ്, യു ആർ നോട്ട് അലോൺ. നീ ഏകനല്ല, നിന്നോടൊപ്പം ഉണ്ട് വിശ്വാസം നയിക്കപ്പെട്ടവർ, വിശ്വാസം നയിച്ചവർ, സകല വിശുദ്ധന്മാരുടെ കൂട്ടായ്മ നമ്മോടൊപ്പമുണ്ട് എന്നുള്ള ബലപ്പെടുത്തലാണ് ഓരോ ആരാധന ലഭ്യമാകുന്നത്. അതുകൊണ്ടാണ് വേദപുസ്തക ചരിത്രം 2 കാര്യം സൂചിപ്പിക്കുന്നത്. ഒന്ന്, വിശ്വാസത്തിൽ ആരാധിച്ച മുമ്പിൽ എരിഹോവിൻ്റെ മതിലുകൾ തകർന്നു വീണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ കൂട്ടത്തോടു കൂടി ആരാധന, കോർപ്പറേറ്റ് വേർഷിപ്പ്, അത് വലിയ അത്ഭുതത്തിൻ്റെ തലങ്ങളിലേക്ക് നമ്മെ നയിക്കുമെന്നാണ്. വിശ്വാസത്തോടെ ആരാധിക്കുന്നവരുടെ തടവറകളിൽ വിടുതലിൻ്റെ ശക്തി ഉണ്ടെന്ന് പൗലോസിൻ്റെയും ശീലാസിൻ്റെയും ചരിത്രം പഠിപ്പിക്കുമ്പോൾ, ഈ കോർപ്പറേറ്റ് വർഷിപ്പിൽ ഒന്നിച്ച് ഒരേ മനസ്സോടെ ആരാധിക്കുമ്പോൾ അവിടെ ഒരു വലിയ വിടുതലിൻ്റെ ശക്തി ഉണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയാണ് ആരാധനകൾ അനുഭവത്തിൻ്റെ ആരാധനകളാകണമെന്നുള്ള സൂചന ലഭിക്കുന്നത്. അതുകൊണ്ടാണ് പൂർവ്വസൂരികൾ യാത്ര ചെയ്തിടത്തൊക്കെ ഒരു യാഗപീഠം പണിയാനുള്ള താല്പര്യമുണ്ടായിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, കേരളത്തിൻ്റെ പുറത്തേക്ക് പോയ മറ്റ് ഏത് CSI വിഭാഗത്തെക്കാളും മധ്യകേരള മഹായിടവയിലെ ജനങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ഓരോ നഗരത്തിലും 5ഉം 10ഉം കുടുംബങ്ങൾ ഒന്നു ചേർന്ന് അവിടെ ആരാധന സമൂഹങ്ങളായി രൂപപ്പെട്ടത് അവരുടെ സമ്പത്തിൻ്റെ ബലത്തിലല്ല, ബട്ട് അവർക്കൊരു നിർദ്ദേശം ദൈവം നൽകിയിട്ടുണ്ട്. എവിടെ പോയാലും യാഗപീഠം പണിഞ്ഞ് ദൈവത്തിൻ്റെ ആലയത്തിലെ ആരാധനയ്ക്കായി കൂടി വരണം എന്നുള്ളത് കൊണ്ടാണ് മറ്റ് മഹായിടവകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ മഹായിടവ ജനങ്ങൾ കഠിനാധ്വാനം ചെയ്ത് സഭകളൊക്കെ രൂപീകരിക്കും. ഇപ്പോൾ അതിനെ കറക്കാനൊക്കെ ആൾ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് ഉണ്ടാക്കിയ സഭകളൊക്കെ കൊയ്തെടുക്കാനുള്ള ചില ആൾക്കാരൊക്കെ രംഗത്ത് വരുന്നുണ്ട്. എങ്കിൽ തന്നെയും ഞാൻ പറഞ്ഞത് വിടുതലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം ആരാധന കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ കേന്ദ്രീകരിക്കപ്പെട്ടത് എന്നോർക്കണം. മാറ്റ് റെഡ്മൻ എന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ വാചകം ഇങ്ങനെയാണ്: വേർഷിപ്പ് ഈസ് നോട്ട് ആൻ ഇവന്റ്, ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ. ആരാധന എന്ന് പറയുമ്പോൾ ഒരു സംഭവമൊന്നുമല്ല, അത് ഒരു എന്താ പറയുക, ഒരു ജീവിത ശൈലിയാണ്. ഒരു മനുഷ്യന് ഞായറാഴ്ച ഏതെന്ന് തിരിച്ചറിഞ്ഞില്ല എങ്കിൽ അർത്ഥം അവൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്നാണ്. കല്യാണങ്ങളൊക്കെ ഞായറാഴ്ചയാണെങ്കിൽ സന്തോഷമായി എന്ന് പള്ളിയിൽ നിന്ന് മാറി നിൽക്കാമല്ലോ എന്ന് നമുക്ക് ഒരു തോന്നലുണ്ടെങ്കിൽ നമ്മളെന്തോ കുഴപ്പമുണ്ടെന്ന് അർത്ഥം. എങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും, ദൈവമേ ഞായറാഴ്ചയാകരുത് എൻ്റെ സുഹൃത്തിൻ്റെ മകളുടെ കല്യാണം, ഞായറാഴ്ചയാകരുത് എൻ്റെ മകളുടെ പരീക്ഷ,
എന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഒരു വിശ്വാസ രീതിയും അതിനായുള്ളൊരു പ്രാർത്ഥന പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നെനിക്ക് പള്ളി വരാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചല്ല അച്ഛാ. ബന്ധുക്കൾ വരുമെന്ന് പറഞ്ഞു. പക്ഷേ പെട്ടെന്ന് അവിടുത്തെ അമ്മച്ചിയുടെ കാലൊടിഞ്ഞതുകൊണ്ട് അവർക്ക് ആർക്കും വരാൻ പറ്റിയില്ല. അതുകൊണ്ട് എനിക്ക് പള്ളി വരാൻ പറ്റി. അമ്മച്ചിയുടെ കാലൊടിഞ്ഞത് വലിയ കാര്യമല്ല എങ്കിൽ തന്നെയും അവിടെ കാണിക്കുന്നത് ആ മനുഷ്യർക്ക് പള്ളിയിൽ വരാനുള്ള ഒരു താല്പര്യത്തെക്കുറിച്ചാണ്. മറ്റെല്ലാ പ്രതിബന്ധങ്ങളെയും മാറ്റിയിട്ട് തൻ്റെ സഹവിശ്വാസത്തോട് ചേർന്ന് ആരാധന എടുത്തിരിക്കണമെന്നുള്ള ഒരു വലിയ തീക്ഷ്ണതയാണ്. ഞാൻ എൻ്റെ ചിന്ത പെട്ടെന്ന് ഉസിയ രാജാവിൻ്റെ ചരിത്രത്തിലേക്ക് അല്ലെങ്കിൽ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. അവിടെ 3 പ്രത്യേക ചിന്തകൾ പറയാനായിട്ടുണ്ട്. ഒന്ന്, ഇതൊരു വ്യത്യസ്തമായ ആഘോഷമാണ്. ആരാധന എന്ന് പറയപ്പെടുന്നത് ഒരു വ്യത്യസ്തമായ ആഘോഷമാണ്. ഈ ആഘോഷത്തിനകത്ത് നമുക്ക് പ്രത്യക്ഷത്തിൽ നേടുവാനൊന്നുമില്ല എന്നുള്ളതാണ്. നമ്മൾ ഉത്സവപ്പറമ്പിൽ പോയാൽ ബലൂൺ കിട്ടും, അല്ലെങ്കിൽ PP കിട്ടും, അല്ലെങ്കിൽ കടലപ്പൊരി കിട്ടും, ഇതെല്ലാം കിട്ടും. പക്ഷേ ആരാധനയിടത്ത് 2 മണിക്കൂർ ഇരിക്കുമ്പോൾ നമുക്കിതൊന്നുമില്ല, ഇല്ലേ? നമ്മൾ വളരെ ഏകാന്തമായിട്ടായിരിക്കുന്നത്, വളരെ ശാന്തമായിട്ടായിരിക്കുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, നിങ്ങളിരിക്കുന്ന പല ആൾക്കാർക്കും ഈ ബെഞ്ചിൽ ഇത്രയും നേരം ഇരിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. വളരെ പ്രയാസമാണ്. പിന്നെ CSI പള്ളി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കാനും ഇരിക്കാനും ഒക്കെ അവസരമുള്ളത് കൊണ്ട് ഒരു പരിധി വരെയൊക്കെ അത് മാനേജ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ബെഞ്ചിനകത്ത് ഇത്രയും ദീർഘമായ ഒരു ഇരുത്തം അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷെ എന്തുകൊണ്ടിരിക്കുന്നു? അത് പ്രധാനപ്പെട്ട എന്തുകൊണ്ടാണ് ഇരിക്കുന്നത്? ഒന്ന് ചരിഞ്ഞും മറിഞ്ഞുമൊക്കെ ഇരിക്കുന്നത്, ഈ ആലയത്തിൽ ഇരിക്കുന്നത് ഏറ്റവും സന്തോഷകരമായി നിങ്ങൾ കാണുന്നത് കൊണ്ടാണ്. ആലയത്തിൻ്റെ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് ഏറെ ഇഷ്ടമെന്നുള്ള വേദവചനത്തോട് ചേർന്നുകൊണ്ട് ഈ ആലയത്തിൽ ഇരിക്കുന്നത് ഒരു അവശ്യ കാര്യമാണ് എന്നുള്ള ഒരു ബോധ്യം കൊണ്ടാണ്. അതുകൊണ്ട് ഈ ഉസിയ രാജാവിൻ്റെ ചരിത്രം നമ്മൾ പ്രവാചകൻ്റെ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ കാണുന്ന ആദ്യത്തെ ഒരു ചിന്ത എന്ന് പറയപ്പെടുന്നത്, ആരാധന എന്ന് പറയപ്പെടുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തെ, അവൻ്റെ സ്ഥാനത്തെ കാണാനും അതുയർത്താനുള്ള സമയമാണ്. ദൈവനാമത്തെ ഉയർത്താനുള്ള സമയമാണ്. ഞാൻ എപ്പോഴും ആവർത്തിച്ച് ഓർപ്പിക്കുന്നൊരു കാര്യമുണ്ട്. CSIക്ക് നഷ്ടമായ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. CSIയുടെ ദേവാലയത്തിൽ 2 കാര്യം വളരെ പ്രധാനപ്പെട്ട. ഒന്ന്, പലപ്പോഴും CSI ദേവാലയത്തിൽ ചുറ്റും കിടക്കുന്നവർ അവരുടെ വാച്ച് കറക്റ്റ് ചെയ്യുന്നത് ദേവാലയത്തിലെ മണി കേൾക്കുമ്പോഴാണ്. കാരണം 9 മണി ആരാധനയാണ്. 9 മണിക്ക് തന്നെ കൃത്യമായി അതറിയും, ഇല്ലേ? 9 മണിക്ക് തന്നെ ആരാധനയുടെ സമയം നമ്മൾ അറിയും. 10 മണി 9 മണി കയറിയാൽ പിൻ ഡ്രോപ്പ് സൈലൻസാണ്. ഒരു മനുഷ്യനും മിണ്ടത്തില്ല, ഒറ്റ മനുഷ്യനും മിണ്ടില്ല. എന്താ ചെയ്യുന്നത്? ആരാധനയ്ക്കായി ഒരു ദൈവത്തോട് സംസാരിക്കുക. ഞാൻ പലവട്ടം നിങ്ങളെ ഓർപ്പിച്ചിട്ടുള്ളതാണ്, when you are in the church you talk to God, when you go out of the church you talk to people. ദേവാലയത്തിരിക്കുമ്പോൾ ദൈവത്തോട് സംസാരിക്കണം, പുറത്തു പോകുമ്പോൾ ദൈവജനത്തോട് സംസാരിക്കണം. ഒരു റഷ്യൻ ഓർത്തഡോക്സ് തിയോളജിയും പറഞ്ഞതനുസരിച്ചാണെങ്കിൽ there should be a liturgy after the liturgy. There should be a liturgy after the liturgy. ഒരു ആരാധനയ്ക്ക് ശേഷം ആരാധനാലയത്തിൽ പുറത്തൊരു ആരാധനയുണ്ട്. അത് കുശുമ്പും കുന്നായ്മയും പറയാനുള്ള ഇടമല്ല, മറിച്ച് ജീവിതത്തിൽ നമ്മുടെ പ്രതിസന്ധി ഒരുവരോട് പങ്കുവെക്കുവാനും മറ്റൊരു പ്രതിസന്ധി ഇങ്ങോട്ട് കേൾക്കുവാനും പരസ്പരം പരിഹാരം കൊടുക്കാനുള്ള ഒരവസരമാണ് എന്ന് നാം ഒന്നോർക്കും നല്ലതാണ്. അപ്പോൾ ആരാധനയെടുത്തിരിക്കുമ്പോൾ നമ്മളുടെ പാട്ടുകൾ, നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ദൈവത്തോട് തന്നെ ആയിരിക്കണം, ഇല്ലേ? ഒരു പാട്ടുണ്ടല്ലോ, ഞാനായോഗ്യൻ, ഇല്ലേ? ഞാനയോഗ്യൻ എന്നാണ് നമ്മൾ CSIക്കാർ പാടി വരുമ്പോൾ, ഞാനായോഗ്യൻ, നൺ അതർ ദാൻ മീ, ഞാനല്ലാതെ ആരുമില്ല, ഞാനായോഗ്യൻ എന്ന് പറഞ്ഞാലും ഞാൻ അയോഗ്യനാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. 35-ാമത്തെ കീർത്തനം പാടുമ്പോൾ ചീത്തമോദമെന്ന് ചോദിച്ചു വാങ്ങിക്കരുത്, ഇല്ലേ? ചീത്തമോദവും നൽകി, ഇല്ലേ? ചിത്തമോദമാണ്, ഇല്ലേ? മനസ്സിന് ആനന്ദമെന്ന അർത്ഥം, ഇല്ലേ? അപ്പോൾ അർത്ഥപൂർണമായ ആരാധനയ്ക്കുള്ള ഇടമാണ്. അതുകൊണ്ട് ജ്ഞാനായോഗ്യൻ എന്ന നീട്ടലിന് നമുക്ക് ഒരു മനസ്സില്ലാതെ ഇരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണണം. മറ്റൊരുവൻ്റെ മഹത്വത്തെ കാണണമെങ്കിൽ നമ്മളുടെ വലിപ്പം കുറയണം. നമ്മുടെ വലിപ്പം കുറയാതെ മറ്റൊരുവൻ്റെ മഹിമയെ നമുക്ക് വർണ്ണിക്കാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ടാണ് ദൈവസന്നിധാനം ചേർന്നിരിക്കുന്ന മലാഖവൃന്ദത്തിൻ്റെയും സെറാഫുകളുടെയും ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ ആ പ്രത്യേകമായ വിശുദ്ധിയും അവരുടെ തീഷ്ണതയും കണ്ടപ്പോൾ
പ്രവാചകന് തോന്നുന്നു ഞാൻ എത്രയോ കുറവുള്ളവനാണ്. ഞാൻ സൂചിപ്പിക്കട്ടെ, നമ്മുടെ ആരാധനയിൽ മറ്റൊരുവൻ നമ്മളെക്കാൾ വലിയവനാണ് എന്ന ബോധ്യമുണ്ടെങ്കിലേ നമുക്ക് ചെറുതാകാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ചെറുതായെങ്കിലേ ദൈവത്തെ മഹത്വം കരയറ്റുവാൻ കഴിയുകയുള്ളൂ. രണ്ടാമത്തെ ഒരു ചിന്ത നമ്മളോട് കാണുന്നത്, ആരാധന സമയം എന്ന് പറയപ്പെടുന്നത് ഇറ്റ്സ് എ ടൈം ടു റിയലൈസ് അവർ ഷോർട്ട് കമ്മിങ്സ് ആൻഡ് സിൻഫുൾനെസ്. നമ്മുടെ കുറവുകളെ പറ്റിയുള്ള ബോധ്യത്തിനുള്ള സമയമാണ്. സ്വർഗസന്നിധാനയുള്ള പ്രത്യേക ഒരു പിക്ചറൈസേഷൻ മാലാഖവൃന്ദത്തിൻ്റെയും, അല്പം കൂടി പറഞ്ഞാൽ ദൈവത്തിനോട് എപ്പോഴും അടുത്തു നിൽക്കുന്നവർ തന്നെ തങ്ങളുടെ 6 ചിറകുകൾ 2 കൊണ്ട് പാദം മൂടുവാനും 2 കൊണ്ട് ഏതൊക്കെ ദൈവസ്തുതിക്ക് യോഗ്യമല്ലാത്ത ഭാഗമുണ്ടോ അതൊക്കെ മൂടുവാൻ ഉപയോഗിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ട പ്രവാചകൻ തൻ്റെ ജീവിതത്തിൻ്റെ പരിമിതികളെ കാണുകയാണ്. ആ പരിമിതികൾ അദ്ദേഹം പറയുന്നത്, ഐ ആം ലോസ്റ്റ്, ഞാൻ ഇനിയില്ല, ഐ വിൽ നോട്ട് വിൻ, ഞാൻ ഒരിക്കലും ജയിക്കത്തില്ല. കാരണം എൻ്റെ ജീവിതവും ദൈവജീവിതത്തിൻ്റെ സാന്നിധ്യവുമായി ദൈവസാന്നിധ്യവും തട്ടിച്ചു നോക്കുമ്പോൾ ആ വിശുദ്ധിയുടെ ഇടത്തിരിക്കാൻ എനിക്ക് യോഗ്യമില്ലാത്തത് കൊണ്ട് അയ്യോ കഷ്ടം, ഞാൻ നഷ്ടപ്പെട്ടിരിക്കുന്നു, അത് എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു എന്നൊരു ചിന്ത നമുക്കുണ്ട്. അത് പറയാൻ ആഗ്രഹിച്ചത്, ആരാധന ഇടം മറ്റുള്ളവൻ്റെ കുറവുകളുടെ കണക്കെടുക്കലല്ല, മറിച്ച് എൻ്റെ കുറവിൻ്റെ കണക്കെടുക്കാൻ ഇടമാണ് എന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. പറയുന്നു, അയ്യോ കഷ്ടം, I am a man with unclean lips and dwell in the midst of people of unclean lips. ഞാൻ അശുദ്ധമായ അധരമുള്ളവരുടെ മധ്യേ നിന്ന് ആരാധിക്കുന്ന അശുദ്ധിയുള്ളവനാണ് എന്ന് കുറവുകളെ കാണുന്ന യെശയ്യാവ് പറയുന്നു. ആരാധനയിടത്ത് നമ്മുടെ കുറവുകളെ കാണാൻ ഇടമാണെന്ന് പറയുക. മൂന്നാമത്തെ ചിന്ത എനിക്ക് ഓർപ്പിക്കാനായിട്ടുള്ള വർഷിപ്പ് ടൈം എന്ന് പറയപ്പെടുന്നത്, it should be a time of divine incarnation and divine intervention. ഒരു ദിവ്യമായ ഇടപെടലിൻ്റെയും നമ്മുടെ ജീവിതത്തിൽ ദിവ്യമായ അവതാരത്തിൻ്റെയും ഇടമായിട്ട് മാറണം. പ്രവാചകൻ്റെ പാപക്ഷമായാചന ഒരു ദൈവിക ഇടപെടലിന് സാധ്യതയുണ്ടാക്കിയത് നമ്മൾ കാണുന്നത് അല്ലേ. നമ്മൾ ആ ഭാഗത്ത് കൃത്യമായി വായിക്കുന്നുണ്ട്. നമ്മൾ 7-ാം അധ്യായത്തിൻ്റെ ആ ഭാഗത്ത് വായിക്കുന്നുണ്ട്. 6-ാം അധ്യായത്തിൻ്റെ ഭാഗത്ത് വായിക്കുന്നുണ്ട്. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പോകൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. 6-ാം വാക്യം, അപ്പോൾ സെറാഫുകൾ ഒരു തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു. അത് എൻ്റെ വായ്ക്ക് തൊടുവിച്ചു, ഇത് നിൻ്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിൻ്റെ അകൃത്യം നീങ്ങി നിൻ്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യം മാത്രമാണ്. ദൈവിക ഇടപെടലിൻ്റെ സമയമാണ് ആരാധനയെങ്കിൽ അവിടെ പാപക്ഷമ യാചനയ്ക്ക് സമയമുണ്ട്, ഇടമുണ്ട്. പാപക്ഷമ യാചന നടത്തുമ്പോൾ പാപക്ഷമ ലഭിക്കുവാനും അവസരമുണ്ട് എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. 7-ാമത്തെ വാക്യത്തിൽ അത് കൃത്യമായി സൂചിപ്പിച്ചിരിക്കുന്നു. എന്താ സൂചിപ്പിച്ചിരിക്കുന്നത്? അത് എൻ്റെ വായ്ക്ക് തൊടുവിച്ചു, ഇത് നിൻ്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിൻ്റെ അകൃത്യം നീങ്ങി നിൻ്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യുവർ ഗിൽറ്റ് ഈസ് ടേക്കൺ അവേ. ആകത്തുകയായി പറഞ്ഞാൽ ആരാധന ഇടത്തേക്ക് വന്ന് ദൈവത്തിൻ്റെ മഹത്വത്തെ വന്ദിക്കുകയും നമ്മളെ ചുരുക്കുകയും ചെയ്യുകയും നമ്മുടെ പാപത്തിൻ്റെ ബോധ്യത്തോടുകൂടി നാം ഇരിക്കുകയും ചെയ്യുമ്പോൾ ഓരോ ആരാധനയിലും നാം വിടുവിക്കപ്പെട്ടവരായി മടങ്ങിപ്പോകുമെന്നാണ് അതിൻ്റെ അർത്ഥം. അനുദപിക്കുന്ന ആരാധകർക്ക് പാപമോചനവും അനുരഞ്ജനവും വാഗ്ദാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ കൃപയുടെ പ്രതികരണമായ ആരാധന ഇടത്ത് യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു ജീവിത ശൈലിക്കായി ഒരുക്കപ്പെടുവാൻ നമുക്ക് സാധ്യമാകണം. ആരാധനാ ഇടം ഒരുപക്ഷെ ഈ ദൈവിക ഇടപെടലിനുള്ള ഒരു അവസരമാണെന്ന് കണ്ടുകൊണ്ട് ആ ദൈവകൃപയിൽ പൂർണ്ണമായി ആശ്രയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കട്ടെ. ആരാധന ആത്മീയമായ ഇടപെടലിൻ്റെ ഇടമാണ്. ആ ഇടത്ത് ദൈവ സംസർഗത്തിൽ ആയിരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.
ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനാം ദൈവത്തിനും പരിശുദ്ധാത്മാവാൻ ദൈവത്തിനും സകല ബഹുമാനമഹത്വവും സദാകാലം ഉണ്ടായിരിക്കും.